ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. രുചി വെടിഞ്ഞ് രുചി പകരുക. ഇത് ഓരോ നോമ്പ് കാലത്തെയും പ്രധാന ആഹ്വാനമാണ്. നോമ്പ് കേവലം ഒരു കർമാചാരം ആകരുത്, പിന്നെയോ അതൊരു ആത്മീക നവോത്ഥാനമാകണം. നോമ്പ് വെറും ഒരു വർജനമല്ല, അതൊരു ആർജിക്കലാണ്. എന്തെല്ലാം ജീവിതത്തെ ദുഷിപ്പിച്ചുവോ, അത് ശാരീരികമോ മാനസികമോ ഭൗതികമോ സാമൂഹികമോ ആയിക്കൊള്ളട്ടെ, അതിനെ എല്ലാം നിഷ്കാസനം ചെയ്ത് പുതിയ ഊർജം സ്വീകരിക്കലാണ് നോമ്പാചരണം. ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 തലങ്ങളിലും വിശുദ്ധി നേടാനുള്ള അവസരമാണ് നോമ്പ് നൽകുന്നത്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം യഥാർത്ഥ നോമ്പാചരണത്തിന്റെ മാനദണ്ഡങ്ങളെപ്പറ്റി വിവരിക്കുന്നു. ഒന്നാമതായി, അത് ആത്മതപനത്തിന്റെ നാളുകളായിരിക്കണം. രണ്ടാമതായി, ദൈവിക പദ്ധതിയുടെ ഒരു പുനരാവിഷ്കാരണവും തുടർച്ചയുമായിരിക്കണം. മൂന്നാമതായി, യഥാർത്ഥ നോമ്പ് പരസ്പര ബന്ധങ്ങളുടെ വളർച്ചയ്ക്കും ശാരീരിക ആത്മീക മാനസിക സൗഖ്യത്തിനും ഉള്ള നീർച്ചാലുകൾ ആയിരിക്കണം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് യേശു താൻ യെരുശലേമിൽ അനുഭവിക്കേണ്ടി വരുന്നതായ കഷ്ടപ്പാടുകളും പീഡനങ്ങളും തുടർന്നുണ്ടാകുന്ന ക്രൂശുമരണവും തന്റെ പുനരുത്ഥാനവും ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്നതായി നാം കാണുന്നു. തങ്ങൾ ഇത്ര നാളും കാത്തുകൊണ്ടിരുന്ന ഒരു ഭാവി അല്ല തങ്ങളുടെ മുൻപിൽ ഉണ്ടാകുന്നതെന്നും തങ്ങളുടെ ഗുരുവിനുണ്ടാകുന്ന അന്ത്യം ആഗ്രഹിക്കത്തക്കതല്ലെന്നും മനസ്സിലാക്കുന്ന ശിഷ്യന്മാർക്ക് അത് ചിന്തിക്കുവാൻ പോലും ആവില്ലായിരുന്നു. ഏതു കാര്യത്തിനും വളരെ ആവേശത്തോടെ ചാടി പുറപ്പെടുന്ന പത്രോസ് ഇവിടെയും യേശുവിനെ മാറ്റിക്കൊണ്ടുപോയി നിനക്ക് അങ്ങനെ വരുവാൻ പാടില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം ശാസിക്കുന്നു. തങ്ങളുടെ പ്രതീക്ഷകൾ തകിടം മറിയുന്നതിന്റെ ഒരു ബഹുസ്ഫുരണമായിരുന്നു ഈ അഭിപ്രായ പ്രകടനം. കർത്താവിനോടൊത്ത് ജീവിതം നയിക്കുന്നതിനുള്ള വലിയ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ശിഷ്യന്മാരുടെ ആശകൾ പൊലിയുന്നതിന്റെ വേവലാതിയും ഈ വാക്കുകളിൽ കാണാം. ദൈവഹിതത്തെക്കാൾ മനുഷ്യ താല്പര്യങ്ങൾക്കായിരുന്നു അവർ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പത്രോസിനെ അതിരൂക്ഷമായി ശാസിക്കുന്നത്. ദൈവത്തിന് നിരക്കാത്തതെല്ലാം സാത്താന്യമാണ്. സാത്താന്യ ശക്തികളോടാണ് നാം പോരാടേണ്ടത്. ഈ ലോകത്തിന്റെ പേരിനേക്കാളും പ്രശസ്തിയെക്കാളും ദൈവഹിതത്തിന് നാം പ്രാധാന്യം നൽകണം. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ ദൈവഹിതത്തിന് വിധേയപ്പെടുക, അതിന് കീഴടങ്ങുക എന്ന അനുഭവത്തിലേക്കാണ് ഓരോ നോമ്പുകാല ചിന്തയും നമ്മെ നയിക്കേണ്ടത്. യേശു ശിഷ്യന്മാർക്ക് ദൈവരാജ്യ അനുഭവത്തെപ്പറ്റി ഒരു പുത്തൻ കാഴ്ചപ്പാട് നൽകുന്നു. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിക്കാത്തവനും തൻ്റെ ക്രൂശ് എടുക്കാതെ തന്നെ അനുഗമിക്കുന്നവനും ദൈവരാജ്യത്തിൽ സ്ഥാനമില്ല എന്നാണ് സാരം. മറ്റൊരു തരത്തിൽ ആരും സ്വന്തം കാര്യം നേടാനായി എന്നെ അനുഗമിക്കേണ്ട എന്ന ശക്തമായ താക്കീതും കർത്താവ് ഇവിടെ നൽകുന്നു. ശിഷ്യന്മാർക്ക് അന്നുവരെ ഉണ്ടായിരുന്ന പഠിപ്പിക്കലിൽ നിന്നും തുലവും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഇത്. വലിയ വലിയ മോഹന പ്രതീക്ഷകളുമായി തന്നെ പിൻപറ്റുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിത്. സ്വാർത്ഥത വെടിഞ്ഞ് ക്രൂശിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നവരല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് കർത്താവ് അർത്ഥശങ്കയെന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഈ സത്യത്തിലേക്കാണ് ഓരോ നോമ്പുകാല ചിന്തയും നമ്മെ നയിക്കേണ്ടത്. നിത്യജീവനെക്കുറിച്ചുള്ള ശരിയായ അവബോധവും കർത്താവ് ഇവിടെ നൽകുന്നു. സർവ്വലോകവും അതിന്റെ മഹത്വവും നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ നേടിയെടുക്കുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് ഇന്ന് ആവശ്യം. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി എഴുന്നള്ളി വരുമ്പോൾ ഓരോരുത്തർക്കും പ്രതിഫലം ലഭിക്കുന്നത് അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ചാണ്. നിത്യജീവൻ ലഭ്യമാകുന്നതിന് ഉതകുന്ന പ്രവൃത്തികളായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മുഖമുദ്ര. ഓരോ നോമ്പുകാല ചിന്തയും നമ്മെ നയിക്കേണ്ടത് ഈ അനുഭവത്തിലേക്കാണ്. നോമ്പ് കാലയളവിൽ ദൈവം നമ്മെ അതിനോരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.